ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം വണ്ടി തപ്പാൻ വേണ്ടി ഇറങ്ങിയാണ്. പാർട്ട് 2 വെഹിക്കിൾ സെർച്ചിങ് ഇൻ ഡൽഹി. ഞങ്ങള് 50 പാർട്ണർഷിപ്പിലുള്ള തുമ്പി ഇൻസൈഡ് പുള്ളിക്കാരന് യൂറോപ്പിൽ പോയ ബാത്റൂം അല്ല, പുള്ളിക്കാരൻ യൂറോപ്പിൽ പോകണം ആഗ്രഹമുണ്ട്. അത് കാരണം പുള്ളിക്കാരന് അധികം വിസയും കാര്യങ്ങളൊന്നും യൂറോപ്പിൽ പോകാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ പറഞ്ഞു യൂറോപ്പിൽ പോകും. അതായത് ഇന്ന് നമ്മൾ അങ്ങനെ വണ്ടി തപ്പാൻ വേണ്ടി ഇറങ്ങുവാണ്. അതായത് നമ്മൾ നേരെ പോകുന്നു. ഇന്നൊരു 2-3 വണ്ടിയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി നേരിട്ട് പോയി കണ്ട് നല്ല ഐശ്വര്യ രോഗി പോലെ കാണിക്കും. പിന്നെ അവിടെ ചെല്ലാൻ നേരത്ത് ഇച്ചിരി വക്ക് പൊട്ടിയതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം എടുക്കാൻ വേണ്ടി, അല്ലെ നമ്മൾ ട്രോഫി ചെമ്മാനും ചെരുപ്പൂത്തിനും കിട്ടും. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഡൽഹിയാണ്. അതായത് ഇത് നമ്മൾ ഗുഹയെ കൊണ്ട് പൈസ കിട്ടുമല്ലേ. ഇപ്പൊ ഡൽഹി പൈസ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതായത് കിട്ടാൻ ഭയങ്കര പിന്നെ ഒരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സുഹൃത്തുക്കളോടും എന്റെ സഹോദരന്മാരോടും എന്റെ കൂട്ടുകാരോടും ആരെ സഹായില്ലാതെ വണ്ടി എടുക്കുക. അത് മാത്രമല്ല, ഇപ്പം പഴയ പോലെ ഒന്നും ഡൽഹിയിലെ ചീപ്പ് റേറ്റിന് വണ്ടി കിട്ടൂല. വണ്ടിക്ക് എന്നാ വണ്ടിയെല്ലാം ഇറങ്ങിപ്പോയി. എന്നെ സംബന്ധിച്ചാൽ ഉള്ള വണ്ടിയെല്ലാം ഇറങ്ങിപ്പോയി ഇവിടുന്ന്. പിന്നെ വെച്ചാൽ വണ്ടിക്ക് ഒരു വിലയുണ്ട്. ആ വില ഉണ്ടെങ്കിൽ വില കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രം ഡൽഹിയിൽ കയറി വന്നാൽ മതി. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് ചീപ്പാ അതാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരും. മതി നിന്റെ കഥാപ്രസംഗം. ഇനി ഞാൻ പറയട്ടെ. അതായത് നമ്മൾ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സ്കാൻ ചെയ്തൊക്കെ വേണം വാഹനം എടുക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എടുത്തു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി. എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നോക്കാൻ പറ്റുമോ? എടുക്കുന്നില്ല, കാശ് കയ്യിൽ നിന്ന് പോയോ. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഗൈസ് നോക്കൂ, ഡൽഹിയിൽ അത്യാവശ്യം തണുപ്പുണ്ടെന്ന് വിചാരിച്ചു വലിയ തണുപ്പൊന്നുമില്ല. അത്യാവശ്യം പൊല്യൂഷൻ ആണ്. അതായത് അന്തരീക്ഷ വായു എന്ന് പറയുന്ന സംഭവം അതായത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ലൊരു തണുപ്പാണ് എന്ന് പറയുന്നത് കൂളിങ്. അതായത് ഇനി ഇതല്ല, അതായത് വേറെ എന്തൊക്കെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ നേരെ പോവാണ്. തുമ്പി റെഡിയായി വരേണ്ട കേസ് മാത്രം. നേരെ നമ്മൾ നമ്മുടെ സരോജിനി നഗറിലേക്ക് പോകുന്നു. അവിടുന്ന് നമ്മുടെ പരിപാടി തുടങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഗൈസ്. ഈ കാണുന്ന ഞങ്ങളുടെ റൂം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങണം. എങ്ങനെയെങ്കിലും നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ട് ആയി. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒന്നും കൈപ്പിടിയില്ല, കണ്ടോ. പെട്ടെന്ന് എത്തുന്നവർക്ക് ഇതിലെ കൊണ്ട് കാര്യം വെച്ചാൽ മതി, പെട്ടെന്ന് എത്താം. കണ്ടോ, സത്യം കേട്ടോ, കൈപ്പിടി ഒന്നുമില്ല. ഗൈസ് ഫൈനലി ഞങ്ങൾ ഹോട്ടലിന്റെ പുറത്തിറങ്ങി. ഇനിയിപ്പോ നമ്മള് ഇന്നലെ കൊണ്ടുവന്ന വണ്ടി ഇതാ. ഈ വണ്ടിക്ക് ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയുടെ കളർ വ്യത്യാസമായിരുന്നല്ലോ. അപ്പൊ കളറൊക്കെ മാറി. ഈ വണ്ടിക്ക് വേണം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അതായത് ഇവിടുന്ന് അത്യാവശ്യം പോകാനുണ്ടോ കേട്ടോ. ഈ സാധനത്തിനാണ് പോകാൻ വേണ്ടി. ഇനി എണ്ണയില്ല. ഇനി ഇവിടുന്ന് എണ്ണ അടിക്കും. തുമ്പേ പമ്പ എവിടെയല്ല, എണ്ണ അടിക്കണ്ടേ. ഇനി എണ്ണയില്ല, കുറവാ ഉണ്ടോ ഗൈസ്. ഈ കാണുന്ന ദുഷ്കരം പിടിച്ച് ഈ കാണുന്ന വഴി കൂടെ വേണം മസിൽ പിടിച്ച് ഇനി പോകാൻ വേണ്ടി. ഭയ്യാ ഗൈസ് എന്തായാലും പോട്ടെ കേട്ടോ. എൻ്റെ ഇവിടെ നാട്ടു സമ്മേളനം തോന്നിട്ട്. ഇവിടുത്തെ ആൾക്കാർ നാട്ടു സമ്മേളനം നടക്കുക. എന്തായാലും ആട്ടെ, നമുക്ക് നേരെ വിടാം. ഗൈസ് ഓരോരുത്തർ വണ്ടിക്ക് വിളിക്കുന്ന കേട്ടോ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് വണ്ടി താല്പര്യമുള്ള വിളിക്കാൻ നമ്മുടെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷെ വണ്ടി പറയുന്ന പോലെ അത്രയ്ക്കൊന്നും വണ്ടി കിട്ടാനില്ല. ഇവനെ പിന്നെ നിന്നെ കാണത്തുള്ളൂ. ഓൺലൈനാണ് ഒടുക്കത്തെ വില. നിന്റെ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? നിന്നെ കാണുന്നില്ലല്ലോ. ബെൽറ്റ് ഇടണം കേട്ടോ. ഒരു കുറ്റി കയറ്റി നമ്മളെ ഇവിടെ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വണ്ടിക്ക് ഫൈൻ കിട്ടുന്നത്. 2 ലക്ഷം 3 ലക്ഷം. ഞങ്ങളൊരു എൻഡവർ നോക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങളുടെ ഫാൻസാണ്. നമ്മുടെ ഫാൻസാ. നിങ്ങൾ കൈയൊന്നും നോക്കി അടിക്കണ്ട. അവന്മാര് നോക്കുക ഈ വേട്ടാവളി തന്നെ കാണിക്കുന്നതാണ്. ഗൈസ് ഫൈനലി ഇവിടുന്ന് അത്യാവശ്യം ഇന്നലെ വണ്ടി നോക്കാൻ വേണ്ടി പോയിട്ട് ഒരു വണ്ടി അവിടെ മറ്റേ ഇവരില്ലേ കസാക്കികളും റഷ്യൻസും ഉണ്ടെന്ന് തോന്നുന്നു. അവര് നമ്മുടെ ടീഷർട്ട് കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നോ? ടീഷർട്ട് റഷ്യൻ ഓർത്തഡോക്സ് ക്രോസ്. അവര് ഇങ്ങനെ നോക്കുക ഇത് എവിടുന്ന് അവന്മാരെന്നുള്ളത്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വലിയൊരു കേസുണ്ട്. ഇന്നലെ ജപ്പാൻകാരി ഒരു കടയിൽ വന്ന് ഓർഡർ പറയാം. അപ്പൊ അവിടുത്തെ മന്ദബുദ്ധിക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ പിന്നെ ഭയങ്കര നോളജുള്ള ആളായതുകൊണ്ട് എല്ലാം ഏറ്റുപിടിച്ചു. ലാസ്റ്റ് പുള്ളിക്കാരി ഒറ്റ പോക്കും ഗൈസ് നമ്മള് വെട്ടു. ഗൈസ് ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് ഇനിയിപ്പോ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. അത്ര ഈ പ്രാവശ്യം ഡൽഹി അത്ര തിരക്കൊന്നുമില്ല അല്ലേ തുമ്പി? വലിയ ആളൊന്നും ഇല്ല, പൊല്യൂട്ടഡ് ആയതുകൊണ്ട് അല്ലേ, പ്രശ്നം ആയതുകൊണ്ട്. ഗൈസ് ഈ പ്രാവശ്യം വലിയ തിരക്കോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. തിരക്ക് ഭയങ്കരമായിട്ട് ഈ പ്രാവശ്യം കുറഞ്ഞു കേട്ടോ. സത്യമായ കാര്യം ഞാൻ പറഞ്ഞത്. നിജമാ നമ്മ സൊല്ലുത് സത്യമാ നീങ്ക പാക്കത് ഇല്ലേ ലിപി? അതെ. ഇന്ന് എന്താവുന്ന അറിയാം. ഇന്ന് എത്ര വണ്ടിയോ അല്ലെ ലിസ്റ്റ് വല്ലതും ഉണ്ടോ? 2 എൻഡവറാ? ദോ എൻഡവർ ഓക്കെ ആണ്. ദോ എൻഡവർ കൊണ്ട് പോവാട്ടോ. ഓവറോട് നിക്കുന്നില്ല. ഞങ്ങൾ ശ്വാസം കിട്ടാൻ ഭയങ്കര പാടാ. നിങ്ങൾ എടുക്കുന്നുണ്ടോ? ചേട്ടാ ഞാൻ കേസ് പറയാം. ഞാനൊരു 2 ഒരു ചെറിയ വീട്ടിലേക്ക് എനിക്കൊരു എൻഡവർ, എബിനും ഒരു എൻഡവർ.
ഓ പിന്നെ എന്ത് സ്വപ്നങ്ങൾ കേൾക്കട്ടെ, കുറച്ചുകൂടെ നടക്കുന്നില്ല. അത് ഇതിന്റെ അത് വീഴുന്നില്ല, ഇത് ഇങ്ങോട്ട് തിരിയുന്നില്ല, അങ്ങോട്ട് ഓടുന്നില്ല. എന്നോ ആള് കുറവാടാ. പിന്നെ പൊല്യൂട്ടഡ് അല്ലേ, ഒരുമാതിരിപ്പെട്ട ടൂറിസ്റ്റുകൾ വരൂല. ആര് പറഞ്ഞു? അവിടെയൊക്കെ നിറച്ച് ക്യൂ നിൽക്കുക ഹോട്ടലിലൊക്കെ അല്ലേ. ഇങ്ങോട്ടല്ലല്ലോ, ഈ വെസ്റ്റോട്ടല്ലോ. പിന്നെ അവര് കർഷകർ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ മറ്റേ തീ കത്തിക്കുമ്പോ ആ പുക ഇതെല്ലാം കൂടെ വന്ന് ഇങ്ങനെ ആവൂടാ. നോക്കിയേ, എന്ത് പറഞ്ഞാലും ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമാണ് ഏറ്റവും വലിയ വിഷയം. കണ്ടോ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത്, അത് ഇങ്ങനെ ഉണ്ടാവും. ഡൽഹി ഗൈസ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ല ആര് തലകുത്തി മറിഞ്ഞു, ഗവൺമെന്റ് അല്ല മാറണ്ട, ജനങ്ങളാണ് ശരിക്കും അത് മാറേണ്ടത്. ഗവൺമെന്റ് അല്ല ആര് തലകുത്തി മറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടെന്ന് പറഞ്ഞാലും ഒരു ആ കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിനെ ഒരിക്കലും നമുക്ക് ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലേ തുമ്പി? ശരിയല്ലേ? നിങ്ങൾ നമ്മുടെ നാട്ടിലിപ്പം ഈ എന്താ പറയാ, ഈ രജനീഗന്ധ, വിമല് അല്ലെങ്കിൽ പാൻ മസാലകളൊക്കെ നിരോധിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അത് ചവയ്ക്കുന്ന ആൾക്കാർ കുറവ്. അപ്പൊ അത് ചവയ്ക്കുന്ന ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ട് ഇങ്ങനെ ചവച്ച് തുപ്പിയിട്ടുണ്ട്. അതിപ്പം ഇവിടെ അത് ഇവിടുത്തെ മുറുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇവിടെയുള്ള ആർക്ക് എന്ത് തലകുത്തി പറഞ്ഞാൽ ഇത് ക്ലീൻ ആക്കി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. നമ്മുടെ ഈ കാണുന്ന ബ്രിയോയ്ക്കുള്ള ഇന്ധനം തീർന്നു. ഇത് CNG ക്കാണോ ക്യൂ? അല്ല, പെട്രോൾ ഉണ്ടോ ഏട്ടേ? അല്ല, CNG ഗ്യാസ് അടിക്കുന്നതിനാ ക്യൂ കാണുന്നത്. 1000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചാൽ അതിന് സമയം കൂടുതൽ വേണമെന്ന് തോന്നുന്നു. അല്ലേ തുമ്പി? സമയം കൂടുതൽ വേണ്ടേ? ഇത് നമ്മൾ നോർമൽ പെട്രോൾ. മറ്റേന് പൈസ കൂടുതലാ അല്ലേ? എത്രയാ? 20 രൂപ അങ്ങനെ കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോണ്ട് സംഭവം ഉണ്ടോ? 5 രൂപ അങ്ങനെ കൂടുതലാണ്. ദൈവമേ, പറഞ്ഞു കേട്ടോ, 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ഈ വണ്ടിയിൽ. നാളെ വേറെ വണ്ടി ആയിരിക്കും. 100 രൂപയ്ക്ക് അടിച്ചാൽ പോരായിരുന്നോ? ഇന്ന് ഫുള്ള് കറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക് 500 തീരും. നമ്മൾ ഈ വണ്ടി കൊണ്ട് എല്ലാ നേരത്തെ അവർ ഈ വണ്ടിയിലേക്ക് കയറുവാണ്, എന്ത് ചെയ്യും? 500 രൂപ ഒപ്പിച്ചോണ്ട് വന്ന നമ്മൾ വഴി കിടക്കേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഹോട്ടൽ ഒരു ദിവസം 2000 രൂപ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ കളിച്ചാലും എല്ലാം കൂടി 500 രൂപ ഡെയിലി അല്ലേ? പിന്നെ ഒരു 10, 300, 400, 500 രൂപ ഭക്ഷണത്തിന് ഒരു നേരം. അപ്പൊ എത്രയായി? 3 നേരം 1500. നമ്മൾ 3 പേരുണ്ടല്ലോ, 1500, 500, 2000, 4000 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ് അല്ലേ? അത്രയും ചെലവുണ്ടല്ലോ ജീവിക്കാൻ. തുമ്പിക്ക് 4000 രൂപ വേണം. അല്ല, തുമ്പി ഒറ്റയ്ക്ക് മാത്രം വരികയല്ല. തുമ്പി ഫ്ലാറ്റിലായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച്. തുമ്പി ഞങ്ങൾ പറ്റിച്ചല്ലേ, പറയാതെ കയറി വന്നതല്ലേ. തുമ്പി എന്നോട് പറയാം, ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ച് പറയാം, എന്നിട്ട് നിങ്ങൾ കയറി. തുമ്പി എന്നെ വിചാരിച്ചേ 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് കയറാം, ഇവിടെ രക്ഷയില്ലെന്ന്. നമ്മളെന്ത് ചെയ്തു? ലിവിൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാം, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ രാഹുലിന്റെ വീട്ടിലെത്തി. ഇതെന്നെ ഒരു ടവർ ആയിട്ടാ? ഇതെന്നെ ഇതെന്താ റോഡിന്റെ ഇത് ബിൽഡിങ്ങാ? ആ, ഇവിടെ നമ്മൾ ഇനി പുള്ളിനെ കൂട്ടണം. കഴിച്ച് നമ്മുടെ കൂടുതലുള്ള രാഹുൽ എന്ന് പറഞ്ഞ പുള്ളിയില്ലേ ഇവിടുത്തെ കച്ചവടക്കാരൻ. ആ പോലീസിലാ? അല്ലല്ല, പോലീസിന്റെ ഇതും ഉണ്ട്. അപ്പൊ പുള്ളിയുടെ വീട് വീടെന്ത് എവിടെ? ആവോ ടാറ്റ അല്ല, പുള്ളി നമുക്ക് ടാറ്റ തരുവാ. പോരണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റ. വാ, പുള്ളിനെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് പൊടിയായിട്ടോ ഗ്ലാസ്സിൽ. ഒന്ന് തുടയ്ക്കട്ടെ ഗൈസ്, നിങ്ങൾ പോലും അറിയാതെ ഞാൻ എൻ്റെ ഫോൺ ഗ്ലാസ് ഒന്ന് തുടയ്ക്കട്ടെ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ജി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജി ഈ വണ്ടിക്കാണ് വരുന്നത്. അപ്പോൾ പുള്ളി ഈ വണ്ടിക്ക് വരുന്നുണ്ടോ? പുള്ളിയുടെ പുത്രനും ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, പുള്ളി കിടന്ന് സിയാസിന് വരുന്നത്. ലിവിനെ വാ, ചർച്ചയൊക്കെ നാളെ. തോറ്റ് തുന്നം പാടിയില്ലേ? വാ. തുമ്പി ആ വണ്ടിക്കാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ പുള്ളിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. നേരെ ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയിട്ട് നമ്മൾ ഓരോ വണ്ടികളുടെ പുറകെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. കയറടാ, ഞങ്ങൾ സൗണ്ട് കേട്ടെ. പവർ ബാങ്ക് അടിച്ച നേരെ പോവുകയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ഓഫീസിൻ്റെ അടുത്തോട്ട്. അങ്ങോട്ട് തന്നെയല്ലേ തുമ്പി? വേറെ സ്ഥലത്താണ് പോകുന്നത്. വണ്ടി കാണാൻ വേണ്ടിയാണ് പോവാ ഗൈസ്. അപ്പോൾ ഇന്ന് വണ്ടി കണ്ടുകൊണ്ടാണ് തുടക്കം. ഇന്ന് ഞങ്ങൾക്ക് അത്ര നല്ല ദിവസമല്ല. രാവിലെ തന്നെ ഒരു അപരാധമാണ് കേട്ടത്. അപ്പോൾ അപരാധം എന്നാന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഒന്നും പറയാം. ഒരു അപരാധമാണല്ലോ ഇവനെ ഒരു 9 മാസമായിട്ട്. 2025 ഇത്രയും വൃത്തികെട്ട വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ഗതികെട്ടത് നിങ്ങളുടെയോ? ഈ വൃത്തികെട്ട വർഷം ഒന്ന് പെട്ടെന്ന് പോകുമായിരുന്നെങ്കിൽ നമ്മുടെ ഒരു എന്നാ പറയുക, നമ്മുടെ രാശി തെളിഞ്ഞാൽ. ഇത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഈ 2025 അവരാധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട വർഷമാണ് 2020. തുടക്കം മുതൽ ഇപ്പോൾ ഒടുക്കം വരെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അടി കൊണ്ട് മടുത്തു ഇല്ലേ?
കുനിഞ്ഞ് അപ്പം അടി കിട്ടും കേട്ടോ. അതാണ് അവസ്ഥ. ആ രീതിയിലുള്ള ഊമ്പലാണ് ഗൈസ്. അപ്പം നമ്മൾ നേരെ പോവാണ്. ഇവിടെ ഇങ്ങനെ ഗേറ്റും സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചില്ലറ സ്ഥലമെല്ലാം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സംഭവം. ഒരു അപ്പാപ്പൻ ഇവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്ന കടയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആണോ? ഞാൻ വെച്ചാൽ ലോട്ടറി വിൽപ്പനയാണ് പുള്ളി. പാവം, വെറുതെ തെറ്റിരിച്ചു. നമുക്കേ ആദ്യം പോയിട്ടൊരു വണ്ടിയാണ്. എൻ്റെ പറയല്ലേ, ഏതാ മോഡല്? 17 എൻ്റെ പറ. അതെന്നാ ആണോ? ആരാ? ഇവിടെ എല്ലാരും ഇവിടെ എല്ലാരും വണ്ടി ഒതുക്കിട്ടെ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ തുമ്പി? നമുക്ക് വിശക്കുന്നില്ലേ തുമ്പി? നമ്മൾ പട്ടിണിയല്ലേ തുമ്പി? अभी नहीं ये गाड़ी देखने के लिए बात खाना का किधर जाएगा? യൂട്ടേൺ. ഒരാൾ വരാണ്ടെന്ന്, അതിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരന്റെ 50-50 പാർട്ണർ പുഷ്പയാണോ? പുഷ്പയാണോ? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 7 വർഷമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ മാറാതിരിക്കുന്നു. അതിനാ ഞാൻ 7 വർഷമായിട്ട് വേണ്ടി വിടാം. ഗൈസ് ഇത് കണ്ടോ, അവിടെ എന്തോ ഒരു കച്ചവടം ചെയ്യുന്ന സ്ഥലം. എന്നാ ചേട്ടാ? നമുക്ക് ഇറങ്ങി നോക്കിയാലോ. കടൽ ഏത്? മറ്റേ വറുത്ത കടലാ? ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും. 50-50 പാർട്ണർ അടിക്കാണ്. അതായതേ നമ്മൾ പറയുന്നതൊന്നും വിചാരിക്കും. 2025 ഉണ്ടല്ലോ, തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ, അതായത് ഞങ്ങളുടെ പാസ്പോർട്ട് കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞാൽ എത്ര സത്യം തരാം. ആ പാസ്പോർട്ട് എവിടെയും പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതുവരെ ശരിയായില്ല. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ? എത്ര കാശ് നമ്മൾ ഇറങ്ങി, എന്തോരം പൈസ എറിഞ്ഞു. ഇവിടെ ഈ കടല പൊരി നല്ല സാധനം കേട്ടോ അത്. അതേതോ 50 അതേതോ ഗൈസ്. നല്ല കടല അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട കേട്ടോ. എല്ലാരും ഈ വടിയും കോലും എടുത്തിട്ട് എല്ലാരും നോക്കുവാണല്ലോ. ഇന്നലെ ഒരു പ്രശ്നമില്ല, ഇന്നിപ്പോ എല്ലാരും നോക്കുക കേട്ടോ. പറഞ്ഞേട്ടാ തിരക്കാൻ നോക്കിയേ. വീഡിയോ എടുക്കുവാണോന്ന് ചോദിച്ചിട്ടില്ലേ? ജീവിക്കണ്ടേ കൂട്ടുകാരാ. ഇത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എത്ര രൂപയ്ക്ക് ഉണ്ട്? എന്തോരം ഉണ്ട്? അത്യാവശ്യം ഉണ്ട്. എല്ലാവർക്കും വേണം. 5-6 പേർക്ക് വേണം. ഇത് മതിയോ? ആണോ? വേറെ ഏതാടാ? ഇത് വലിപ്പം നോക്കിയ കടലയുടെ. ഇതിവിടെ എവിടെയോ കിട്ടുന്ന? ഗുജറാത്തിലോ? വലുത് നമ്മളടുത്ത് വെല്ലു കിട്ടൂല. സത്യം പറയല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കാലത്ത്, അതായത് ഒരു നേരത്തെ അന്നം മേടിക്കാൻ കാശില്ലാത്ത സമയത്ത് പോലും ഇത്ര ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ 2025 പോലെ അല്ലേ? ടെൻഷനും പ്രശ്നങ്ങളും. സത്യം, വീട്ടിൽ ഒരു അരി മേടിക്കാനില്ല പോലും ഇത്ര പ്രശ്നമുള്ളൂ. പക്ഷേ ഈ 2025 തുടങ്ങിയ പിന്നെ എന്നും പ്രശ്നവും ബാധ്യതയും മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. ബാധ്യതയും അതും ഇതും ഒന്നും അങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഞങ്ങൾ ഇത്ര ദിവസം വീഡിയോ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ പാസ്പോർട്ടായിരുന്നു. വീണ്ടും പ്രശ്നമായി അല്ലേ? പോവാം. ഞങ്ങളെ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം 3 കോൾഡ് കോഫിയും 2 വെള്ളവും ക്യാമറ തുടയ്ക്കാനുള്ള ടിഷ്യൂ. അങ്ങനെയാണ് എല്ലാ ദിവസത്തിൻ്റെയും തുടക്കം ആരംഭിക്കുന്നത്. അല്ലേ ലിവിനെ? അതെ. എടാ, വിദേശ രാജ്യത്ത് എവിടെ പോയ പോലത്തെ ഒരു കടയുടെ ഫീലിംഗ് ഇല്ലടാ? മലേഷ്യ, തായ്ലൻഡ് ഒക്കെ പോയ പോലെ അതേ ഫീലിംഗ്. തൊട്ടപ്പുറത്ത് തുമ്പി. മോഡേൺ ടെക്നോളജി. ഗൈസ്, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി ഗൈസ്. അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. ഇതിന് വണ്ടിയൊക്കെ കണ്ട് അവിടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല സമയമൊക്കെ എടുക്കും. വെറുതെ അവനെ പോയിട്ട് ചൊറിഞ്ഞ് വിലയെല്ലാം താത്തി അവൻ്റെ അടുത്ത് 2 തെറിയൊക്കെ കേട്ട് അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടി. അങ്ങനെ അവന്റെ പ്രാക്കും കൊണ്ട് അല്ലേ? ഇവരൊക്കെ തെറി വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവർക്കൊരു നാണമില്ലേ? നമ്മൾ കമന്റ് വെച്ച് കൂടെ തീരം മേടിക്കാറില്ലേ? അതെ. ഗൈസ്, ഇവന്റെ കടല നല്ല കടലല്ലോ. आपका ये वाला अच्छा है, കടല आपका सामान अच्छा है, सामान अच्छा है, ये वाला बहुत वाला है, സൂപ്പർ वाला है, बढ़िया है, बड़ा है എന്ന് വെച്ചാൽ വലിയ കടലയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. നോക്കിയേ, നല്ല കിഡിലിന് ഒരു സാധനം. मेरे पास अस्की है, मेरे पास एक अस्की है, एक बीगल है. ये मेंटेनेंस ज्यादा है ना, मेंटेनेंस ज्यादा है ना. നോക്കിയോ എന്നോ വലിപ്പോ നോക്കിയേ. ഓഫ്, വെരി बिग साइज. बट अस्की का मेंटेनेंस ज्यादा है, अस्की मेंटेनेंस ज्यादा है. ए ना, ये पूरा बेड में. हाँ, ये अग्रेसिव है भैया, नहीं है बच्चा के लिए ठीक है. ये भी बच्चा है इनके साथ. गाइस, നല്ല കിടിലൻ സംഭവം. ए डेली नॉन वेज है, वेज है? वेज है, नॉन वेज है. चिकन. हाँ, डॉग फूड ആട്ടോ കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതെന്താ സംഭവം അറിയാം? നമ്മുടെ അടുത്ത് വന്ന് പട്ടി എടുക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെ വീട്ടിൽ പട്ടി ഉള്ള പട്ടിമണം ഉള്ള കാരണം നമുക്ക് പേടിയില്ല. മണം. അതെ, നമുക്ക് പട്ടിമണമുണ്ട്. വീട്ടിൽ പട്ടി ഉണ്ടല്ലോ.
അതുകൊണ്ട് പട്ടീനെ നിങ്ങൾ അവിടെ നിൽക്കുന്ന കിഡിനെ ഫോട്ടോ എടുത്തരാം. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആവട്ടെ അല്പം നേരത്തെ. വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ നീ എന്നാ നോക്കിയിരിക്കും അവിടെ? വണ്ടി വേണോ? ആൾക്കാർ വീഡിയോ ഒന്നും എടുക്കാൻ 10 ഓക്കെ. ദൈവമേ, അതിലൊരുത്തിന് ക്യാമറമാനും ഉണ്ട് കേട്ടോ. എടുക്കല്ലേ എന്നാ ഞാൻ ഇരുന്നോട്ടെ. എന്തോരം പട്ടികളെ ഇവിടെ അല്ലേ, പല ടൈപ്പ് പട്ടികളാട്ടോ. മീൻസ് വലുതും ചെറുതൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു പുള്ളിയുടെ അടുത്ത് കൈ കാണിച്ചാൽ ഗൈസ് ഞങ്ങളെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു. അങ്ങനെയല്ലേ തുമ്പി? ഓഫീസിലോട്ടല്ല, വണ്ടി കാണാൻ പോവാ. വണ്ടി കാണാനാണ് പോകുന്നത്? ഓഫീസിലോട്ട് പോകുന്ന വഴിക്കാണ് വണ്ടി. ഓ അങ്ങനെയാ. ഗൈസ് അപ്പൊ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാട്ടോ വണ്ടി. അപ്പൊ വണ്ടി കണ്ടിട്ട് നമുക്ക് എത്ര അച്ഛനുള്ള വണ്ടിയാ? എത്ര ജന്മോ? എത്രയാണ്? സെക്കൻഡ് ഓണർ. അയ്യോ എത്ര ഓടി? എത്ര ഓടി? ഓട്ടം അലഞ്ഞോ? അല്ല അത് പറഞ്ഞിട്ടില്ല. വണ്ടി 86 അങ്ങനെ ഏതാണ്ട് പറഞ്ഞ പോലെയാണ് എൻ്റെ ഓർമ്മ. മറന്നു. കളർ എന്നാ? വൈറ്റ്. ഗൈസ് എന്തായാലും വണ്ടിയാണ്. ഗൈസ് ഫൈനലി നമ്മൾ ലക്ഷ്മി നഗർ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് ഓരോ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. എന്താ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വേണം ഇനി ഓരോ വണ്ടി കാണാൻ വേണ്ടി പോകാൻ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു വേറെ രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിനറിയാം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അങ്ങനത്തെ കാര്യമായിട്ട് വണ്ടി കുറവാണ്. പണ്ട് എടാ മണകുണാങ്ക നീ ഇപ്പുറം നിൽക്കുക. ഗൈസ് നോക്കൂ, എന്നാൽ മാത്രമേ വണ്ടി ഇല്ല ഗൈസ്. ഫ്ലൈറ്റ് കുഞ്ഞിപ്പിള്ളേരുടെ സ്വഭാവം എനിക്ക് ചില സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ഉപേക്ഷിക്കപ്പെട്ട അല്ലേ ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ ആർക്കും വേണ്ട ഉപേക്ഷിക്കപ്പെട്ട വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടക്കും. അവിടെ ഇവിടെ കിടക്കും. ഒന്നും ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനും അമ്മേനെ കൊടുക്കാൻ വേണ്ടി വെച്ചാക്കുന്ന ആൾക്കാരാ കണ്ട. എല്ലാ ഏജന്റുമാരാ. ഒരു ഫുഡായാലോ? ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ കച്ചവടമാണ് തൊട്ടപ്പുറത്തെ കടയിൽ നടക്കുന്നത്. അത് തുറന്നു വരുന്നു. നോക്കിയാൽ തിരക്ക് നോക്കിയേ. ചോളാപ്പട്ടൂര് കഴിക്കാനുള്ള ഇതിലല്ല ശരിക്കും വേണ്ട, തൊട്ടപ്പുറത്തോടെ വേണ്ട. എന്ത് നല്ല വൃത്തി, എന്താ സുഖം, എന്ത് നല്ല ഗരം മസാലയുടെ മണം. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇത്ര പറയാനുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ സർക്കാർ ഉപയോഗിച്ചാൽ ഒരു സാധനമുണ്ട്. ജനങ്ങൾ ഇതാക്കണം. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തത് വൃത്തിയാവും. അല്ല ആവൂലെന്നേ. ഇല്ല പറഞ്ഞിട്ട് ഓഫീസിൽ കയറട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്നാണോ അറിയത്തൊന്നുമില്ല. ഏതാ വണ്ടി എങ്ങോട്ടാ വണ്ടി ഒന്നും അറിയത്തൊന്നുമില്ല. ഓരോന്നോരോന്നായിട്ട് നോക്കാട്ടോ. ഓഫീസിൽ നമ്മൾ മാത്രമേ ഉള്ളല്ലോ. പുള്ളി വന്നില്ലേ? ആമി നെയ്യേ ആമി ബാത്റൂം ജായേഗ. ഓക്കെ. ഇവിടെ വരാൻ നേരത്ത് എല്ലാവരും നിങ്ങൾ സംഭവം എന്ന് പറയണം. ഇവിടെ എവിടെ ഇരിക്കാം. ശരി, ഇത് തന്നെ പരിപാടി. പുള്ളി കുറച്ചും കൂടെ സീറ്റ് അടിക്കും. ഫോട്ടോ സെൻഡ് കരോ, റേറ്റ് ബോലോ. മുതലാളിയായി. ഞാൻ പറഞ്ഞല്ലോ 2 ഫോണായി. ഞാൻ ഇവിടുത്തെ ആളായി, കച്ചവടക്കാരനായി. മുതലാളി ഇതായിരിക്കുന്നു. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടി തപ്പാൻ വേണ്ടി പോവാണ്. ഇതിലെ പോട്ടെ. തുമ്പി എടുക്കല്ലേ ഞാൻ കയറട്ടെ. ഇവനെ കയറാ എന്നാ പ്രശ്നം? ഇതിലെ കയറി നീ ഇതിലെ കയറി, ഞാൻ അതിലെ കയറാം. വണ്ടി നോക്കാൻ പോവാ ഗൈസ്. ഇത്ര നേരം വരെ എന്നിട്ട് എത്ര കഴിഞ്ഞിട്ടാണെന്നറിയാം ഒരു വണ്ടി നോക്കൽ നടന്നേ. എൻ്റെ അമ്മ ഫുൾ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര്. എത്ര പേരെ നമ്മളിപ്പം കണ്ടല്ലേ. ഗൈസ് എന്തൊക്കെയോ നടക്കുന്നു. അടിയുണ്ടായേ രാവിലെ ഇന്ന് ഫുൾ അടിയാണല്ലോ. നല്ല കണിയായിരിക്കും ഗൈസ്. ഞങ്ങൾ ഫൈനലി വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് എത്ര ദൂരം പോകണം എങ്ങനെ പോകണം എന്നൊന്നും അറിയത്തൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി അറിയത്തുള്ളൂ. ഇന്ന് എത്ര വണ്ടി കാണാൻ പറ്റുമെന്നല്ലോ അറിയത്തില്ല. ഇന്നൊരു 2-3 വണ്ടി കണ്ടാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നേരെ പോവാട്ടോ. എന്നാ പറഞ്ഞേ? പോവാന്ന് ചേട്ടാ. നമ്മുടെ കൃഷ്ണ ഇങ്ങനെ നിൽക്കണം. ഇത് ഇപ്പം പാർട്ടീനെ വിളിച്ചോണ്ടിരിക്കുക. പാർട്ടി ഇതുണ്ട്, പുള്ളി പാർട്ടീനെ വിളിച്ചോണ്ടിരിക്കുക. പാർട്ടി എൻ്റെ സമ്മതിക്കണം. എന്ത് അതായത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വണ്ടി കാണാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ഡീലറിൻ്റെ അടുത്താണ് നമുക്ക് അപ്പം തന്നെ പോയി വണ്ടി കാണാം. ഇത് പാർട്ടി സമ്മതിക്കണം, ഡേറ്റ് സമയം തരണം. ആ സമയത്ത് വേണം പോയി കാണാൻ. ഗൈസ് നമ്മളെ ഗുർഗോൺ ആട്ടോ പോകുന്നത്. ഇപ്പോൾ ഒരു വണ്ടി കാണേണ്ടത് ഗുർഗോണിലാണ്. തിരക്കാന്നറിയാവോ ഗൈസ്. പിന്നെ വണ്ടിയുടെ ഗ്ലാസ് ഒന്നും തുടയ്ക്കാൻ എന്നോട് പറയും. ഇത് എൻ്റെ വണ്ടിയൊന്നും അല്ല. ഇത് ഗ്ലാസ് ഒക്കെ ഈ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രജനീകാന്തിനെയാണ് പുള്ളിക്കാരൻ ഇഷ്ടം. പറഞ്ഞോ? പുള്ളിക്കാരൻ ചവയ്ക്കുന്ന കണ്ടില്ലേ സ്നേഹം. 24 മണിക്കൂർ രജനീകാന്ത് കേട്ടോ. ഞങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നേ. ഇപ്പോഴാണ് ഞങ്ങൾ നന്നായ. ഞാനിൽ ഇവനും ചവച്ച് പല്ലും പറയൊന്നും ഇല്ല. ഇപ്പം എല്ലാം പോയി. പറയുന്നുണ്ട്, പല്ലില്ല അല്ലേ ഗൈസ്? അതാ എന്നാ ബ്ലോക്കാന്ന് നോക്കിയേ.
ഉറുഗാമി ചെല്ലുമ്പോൾ ഞാൻ തെറി തുടങ്ങും. തുമ്പിന്റെ കണ്ണി എന്ന് പൊട്ടിക്കും ഞാൻ. തുമ്പിനെ മറ്റേ സാധനം എടുക്കണോ, ചൂല് വെച്ച് അടിച്ചു പിടിക്കണോ. തുമ്പി തൊപ്പി ഒന്ന് കാണിച്ചേ. കണ്ട തുമ്പി. നമുക്കൊരു വണ്ടി കിട്ടിയാൽ നമുക്കൊരു ചെറിയ യാത്ര നടത്താമായിരുന്നു. വണ്ടി കിട്ടണം. നിങ്ങൾ ആഗ്രഹിച്ചൊരു യാത്ര, മഞ്ഞിൻ്റെ അകത്തോടൊക്കെ കയറി ചാവട്ടി പൊളിച്ചെത്ത് മുറുത്ത് അല്ലേ, എന്തെങ്കിലുമൊക്കെ നടക്കും. ഫുൾ ബ്ലോക്കാണ് നോക്കിയേ, ഓൾമോസ്റ്റ് ഫുൾ ബ്ലോക്ക്. വാട്ട് വിൽ ഡു തുമ്പി? എത്ര നേരം എന്നറിയാം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്ര ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം ബ്ലോക്ക്. കിലോമീറ്ററിലോളം നമ്മൾ സഞ്ചരിച്ചൊക്കെ ഓരോ വണ്ടി കണ്ടെത്തുന്നു. അല്ലാതെ അവിടെ മേടിച്ചിട്ട വണ്ടികളല്ല കേട്ടോ. ഇതുപോലെ പാർട്ടികളുടെ വണ്ടികൾ പോയി കണ്ടുപിടിച്ച് അത് വേണം. അന്നേരം 10 രൂപ വില കുറച്ച് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അല്ല കിട്ടൂല. പൈസ എത്ര നല്ല ക്വാളിറ്റി വണ്ടി കിട്ടാൻ ഇങ്ങനെ ആൾക്കാരെ വീട്ടിൽ പോയി എടുക്കണം. അതെ, പാർട്ടിയുടെ. ഗൈസ് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. നമ്മുടെ വണ്ടിയുടെ പാർട്ടി ഇറങ്ങണതിന് സമയം. വണ്ടി എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കർഷകം കഴിക്കട്ടെ. ഗൈസ് അപ്പം വണ്ടി ഇവിടെ നിർത്തി നമ്മുടെ പാർട്ടി വരണം. ഇത് അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, അവിടുന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വാ. അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി അല്ല, വണ്ടിയുടെ ഇടാനൊന്നും എഡിറ്റ് ചെയ്യുക. ഗൈസ് നമുക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, കഴിക്കട്ടെ കേട്ടോ. കാരണം ആ രീതിയിലുള്ള വിശപ്പാ. വെറുതെ ആയിപ്പോ കേട്ടോ, ഫുൾ വെജിറ്റേറിയനാ. നീ അങ്ങോട്ടാ വന്നേ? അവിടെ എന്നാ ചോദിച്ചോ? എല്ലാം കടകളാ, അതുകൊണ്ട് ഓക്കെ അടിക്കുന്നത്. ദോശയുണ്ട്, ദോശ കൊണ്ട് വിശപ്പ് പോവോ? പ്ലെയിൻ ദോശ, മസാല ദോശ, ഒനിയൻ ദോശ, ആ ദോശ, ഈ ദോശ, എല്ലാ ദോശ കഴിച്ചാലോ? നോക്കട്ടെ. ഇവിടെ നല്ലതാണെങ്കിലും മേടിക്കാവുള്ളൂ, പിന്നെ പെട്ടുപോകും. ഇത് ഇവിടെ ഉണ്ടാ, അതെല്ലാം വെജിറ്റേറിയനാ. ഇതാ തുമ്പി അതാ, വാ പോയി നോക്കാം. ഇവിടെ വെജും നോൺ വെജും അല്ലേ, എല്ലാരും ഇതേപോലെ അത്ഭുത ജീവികളെ പോലെ. എനിക്കറിയത്തില്ല, എല്ലാരും ഭയങ്കര അത്ഭുത ജീവികളെ പോലെ. ഞങ്ങൾ നമ്മളെ കുണ്ടന്മാരായിട്ട് കണ്ടോ എല്ലാരും നോക്കുന്നത്. ബ്രെഡ്, ബന്ന്, ഇതൊക്കെ എന്നാടാ? ഇത് പാനിപൂരി, അതൊക്കെ വെജാ. ഓ, സബ് വെജിറ്റേറിയനും ഉള്ളു കേട്ടോ. ഇവിടെ ഫുള്ള് വെജാ. കുടം കമത്തി വെച്ചേക്കുന്ന സാധനം മറ്റേതല്ലേ, പാവ് ബജി അല്ലേ? ആ കുടം കമത്തി വെച്ചേക്കുന്നത് ഇത്. ഇവിടെ എല്ലാം വെജിറ്റേറിയനാ. ചിക്കൻ ഇത് അതിന്റെ ഉള്ളിൽ കിട്ടുമെന്ന്. വാ തുമ്പി, ഇവിടെ എല്ലാം വെജാന്ന്. വാ भैया जी ये सब वेजिटेरियन है, ചിക്കൻ ഉത്തരം മില്ലേക്ക. ഞാൻ ചിരിച്ചോണ്ടൊക്കെ ഇവരോട് ചോദിക്കാവല്ലോ. നമ്മൾ ദേഷ്യത്തോടൊക്കെ ചോദിച്ചാൽ അവൻ വിചാരിക്കും എന്ത് ഇവൻ. ഡൽഹി പോലീസിന്റെ വണ്ടി ഉണ്ടോടാ? ഏതാ വണ്ടി? ഇതാ മറ്റേ വണ്ടിയല്ലേ, സുസുക്കിയുടെ ഏതാ സാധനം. ഡൽഹി പോലീസിന്റെ വണ്ടി എന്താണെന്ന് അറിയില്ല കേട്ടോ. ആ ഗൈസ്, ഇതായിരിക്കും നമുക്ക് ഇതുവരെ. ഇതായിരിക്കും, അതൊന്ന് ആദ്യം ഏതാ നോക്കാം. നമുക്ക് ഇതുവരെ ഒരു ഇന്നത്തെ ദിവസം വണ്ടി കാണാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ദിവസം മുമ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിക്കണം, വണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം അപ്രോക്സിമേറ്റ് നമുക്ക് 5000 രൂപ ചിലവ്. 5000 രൂപ ചിലവ് വെറുതെ നടന്നുകൊണ്ടിരിക്കും. ഓ, ഇതിൻ്റെ വളമാണോ ഇത്? ആ കൊള്ളാം. ഇനി ഇതിലെങ്ങനെ നടക്കാം? വെജ് മഞ്ചൂരിയൻ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടോ പറഞ്ഞത്? ഫുൾ വെജിറ്റേറിയൻ കണ്ട പോലെ. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിന്റെ സ്ഥലങ്ങളാണല്ലോ. ആശുപത്രി ഉണ്ട്, ആശുപത്രി ഉണ്ട്. ഇതെന്നാടാ? ചീനിക്കിഴങ്ങ്, നാരങ്ങയും. ആ ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയൂലേ. നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്നെ എളുപ്പമല്ലേ? ചെറിയൊരു പരിപാടി ചെയ്താൽ നല്ലൊരു ബിസിനസ്സാ. ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ കറങ്ങി നടക്കുന്നത്. ബട്ട് നോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വന്നത്, നമ്മളുള്ളത് ഹരിയാനയില ഗൈസ്. ഇത് ഹരിയാനയോ? ഗുർഗാം ഹരിയാനയല്ല. ഹരിയാന ഇത് ഡൽഹി അല്ല, ഇത് ഔട്ടറാ. ഇത് ഡൽഹിയുടെ ഔട്ടറാ. ഡൽഹി കഴിഞ്ഞാ നമ്മളെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇത് ഹരിയാനയാ, അതാണ് സംഭവം. ഞാൻ വിട്ടുപോയി ആ കാര്യം. നീ ഒതുങ്ങി നടക്കണല്ലേ ഇവനെ. നിന്റെ കുഞ്ഞമ്മയുടെ വഴിയൊന്നും അല്ല ഇത്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം പോലും, എന്നാലേ കിട്ടുള്ളെന്നാ പറഞ്ഞേ. നമ്മൾ എത്ര പെട്ടെന്നല്ലേ എന്നാ ഒരു ഇത് കഴിഞ്ഞ സംസ്ഥാനം കഴിഞ്ഞ ആ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. വിശക്കുന്നു, തളരുന്നു, ശരീരം പ്രവർത്തിക്കാനുള്ള ഊർജം ശരീരത്തിൽ പ്രത്യേകമായ ഒരു സിറ്റുവേഷനിലേക്ക്. തുമ്പിയുടെ വണ്ടി വരട്ടെ. വണ്ടി വരണ്ടേ? ആ എങ്ങനെ നമ്മൾ അപ്പുറം പോയി കഴിഞ്ഞാൽ വണ്ടി കറങ്ങി വരും, കുറേ സമയം എടുക്കും. ഓ പറഞ്ഞില്ലേ,
മൊത്തം കഷ്ടകാല. ഒരു ഹോട്ടൽ പോലും ഇല്ല. ഒരു 2025 ഒരു നല്ല കാര്യം പോലും നടന്നില്ല. എല്ലാം അപരാധവും. എന്റെ പശു കുത്തും. നിന്റെ ഭാഗ്യം പോലും ഞങ്ങൾക്കില്ല. പാവം. അതിനെ കെട്ടൊന്നുമില്ല കേട്ടോ. അതിനെ അടിച്ചോട്ടോ. നമുക്കേ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം. വണ്ടി എല്ലാം എടുത്തിട്ട് പറയാവേ. അല്ലാതെ അത് എടുക്കുന്നു ഇത് എടുക്കുന്നു പറയുമ്പം ചില കവലപ്പുണ്ടകളുടെ ഒക്കെ ഉള്ള കണ്ണെന്നൊക്കെ പറഞ്ഞല്ലേ, കണ്ണീർ എന്ന് പറഞ്ഞ സാധനമല്ലോ. ചിലരൊക്കെ പറയും അങ്ങനെയൊന്നും ഇല്ല, അതായത് ചിലരൊക്കെ ഉണ്ടല്ലോ ഒരു കണ്ണീർ കിട്ടിയാൽ കിട്ടിയാണ്, പിന്നെ ജീവിതത്തിൽ ഗതി പിടിക്കത്തില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, നമുക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന. കാരണം ചില ആൾക്കാരൊക്കെ നോക്കിയതാ അവർ തിരിഞ്ഞു വരണവനെ തിരിഞ്ഞു വരണം. അവസാനം വണ്ടി എടുത്ത് വന്ന് നമ്മളൊരു സ്ഥലം കണ്ടു, കുടത്തിൻ്റെ അകത്തിരിക്കുന്ന സാധനം. കുടം കഴിക്കാം. മട്ടൻ കുടം. ചിക്കൻ നെയ്യ് കിतना है കുടം? അത് ഇത്രയും തുമ്പി എനിക്ക് ഹിന്ദി അറിയത്തില്ല, പറ. ഏക്ക് ഫുൾ चिकन हंडी बिरयानी है चिकन का है. देखिए मटन ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഫുൾക്ക है നിനക്ക് കഴിക്കാം. ബോൺസായി അപ്പുറത്തോട്ട് പോകണോ? പിന്നെ അവിടെ പോണോ? തുമ്പിയിൽ ഇവിടുന്ന് കഴിക്കണോ? ഒന്ന് വെറുതെ അവിടെ പോയിട്ട് വരാം. വാ, നിങ്ങളും വാ. അതായത് എല്ലാവരും വിശന്നിരിക്കുവാണല്ലോ, അപ്പം നടക്കാനൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എടാ ഈ ചെടിക്ക് ഭയങ്കര പൈസ കേട്ടോ. ഇതിനാ? ആ ഭയങ്കരം പൈസ എന്ന് വെച്ചാൽ ഭയങ്കരം പൈസയാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് ഒരു എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ മേളിൽ പൈസ ഉണ്ടെന്ന്. ബോൺസായി അല്ലേ അത്? ബോൺസായി. ഞങ്ങളിപ്പോഴും കൂടെ നോക്കട്ടെ. തുമ്പി ഒന്ന് വരുമായിരുന്നേ. ഇവിടെ കുറേ ഹണ്ടിക്കകത്തൊക്കെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ ഫുഡിൻ്റെ. അതാ നിൽക്കുന്നു അവിടെ. അത് പ്രീമിയം. ഇത് സാധാ, അത് പ്രീമിയം. ഇവിടെ ചിക്കനുണ്ട്, മട്ടനുണ്ട്, പല സാധനങ്ങളുണ്ട്. നോക്കട്ടെ, ഇത് മനുഷ്യൻ പറ്റുന്ന കേസാണോ എന്ന് എന്നിട്ട് പിടിക്കാം കേട്ടോ. ഗൈസ് അതാണ് ഹൈദരാബാദി കേട്ടോ. ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. ഇതേ നിൽക്കുന്നു ഹൈദരാബാദി. ഇതാണ് ഇവിടുത്തെ ഹൈദരാബാദി ബിരിയാണി. എന്താ ഒന്നും ഇതെന്നെ കണിലാടാ. ബിരിയാണി സൂപ്പറാ. ഗൈസ് ഇത് ഭയങ്കര കനലാട്ടോ. നമ്മൾ വിചാരിച്ച ചൂടൊന്നും അല്ല, നല്ല ചൂടാ. ഇതാണ് ഹണ്ടി. ഇത് ക്വാർട്ടറിന് 200 രൂപ കേട്ടോ. 200 രൂപ. ക്വാർട്ടറിന് 200 രൂപ. നല്ല ഹണ്ടിയാണല്ലോ. ഹണ്ടി നല്ല ചിക്കൻ ഹണ്ടി എന്ന് അതിൻ്റെ പേര്. നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് ഇത്ര പീസ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് മട്ടനാന്ന് തോന്നുന്നു. മട്ടൻ ഹണ്ടി എന്ന് വെച്ചാൽ സാധനം എന്നറിയാവോ? ഈ മറ്റേ ഇതില്ലേ കുടം, അതിനാ ഇവിടെ ഹണ്ടി എന്ന് പറയാം. അതെ, നമ്മുടെ നാട്ടിൽ അക്ഷരം മാറിയുള്ളത് ഹണ്ടി എന്നാണ്. ഹണ്ടി നമുക്ക് തൂക്ക ഇവിടെയും തൂക്ക സഭയാ. വെയിറ്റ് നോക്കിയിട്ട് തരത്തുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും സാധനം തരത്തില്ല. തുമ്പി പാട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹൈദരാബാദി കഴിക്കട്ടെ ഗൈസ്. നല്ല സൂപ്പർ സാധനം എന്ന് വെച്ചാൽ നല്ല ഇടിവെട്ട് സാധനം. പിള്ളേരുടെയൊക്കെ സന്തോഷം നോക്കി. ഞാൻ സിനിമയിൽ എടുത്തുന്ന അവർ വിചാരം. നല്ല സൂപ്പർ ചിക്കൻ ഹണ്ടിയാണ്. ഹണ്ടി ബിരിയാണി സൂപ്പറാട്ടോ. ഇത് നല്ല ബിരിയാണി, നല്ല ഇടിപെട്ട് സാധനം എന്ന് വെച്ചാൽ റൊട്ടി 3 रोटी पानी एक बोतल अंडा नहीं चाहिए. വേണോ? വേണ്ടല്ലോ. നല്ലല്ലേ ബിരിയാണി? നല്ല അല്ലല്ലോ, ഇത് നല്ലതാണ്. അത്ര വിശന്നിട്ട് രക്ഷയില്ല. ബട്ട് വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇത് കഴിച്ചിട്ട് വേണം വണ്ടി കാണാൻ പോയി. അപ്പം കഴിക്കട്ടെ ഗൈസ്. നിങ്ങൾ ഇവിടുത്തെ പൊല്യൂഷൻ എത്രത്തോളം ആലോചിക്കണം. സാധാരണ ഈ ഫോൺ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ തുടയ്ക്കാറുള്ളൂ. ഇത് 3 പ്രാവശ്യമൊക്കെ ഇപ്പം തുടങ്ങി. 3-4 വട്ടം തുടയ്ക്കണം. നേരം വെളുത്ത് ഇറങ്ങിയതാണ്. വൈകുന്നേരം 4 മണിയായപ്പോൾ നമ്മളൊരു വണ്ടി കാണാൻ. എന്തായാലും നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടി. ഇനി അത് മതി ഇന്നത്തെ. ഗൈസ് ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ആദ്യം നിന്ന സ്ഥലത്ത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം വണ്ടി കാണണമെങ്കിൽ. ഇപ്പോൾ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ എച്ചരങ്ങ് കയറ്റി അവിടെ ഇടുന്നേക്കാളും നല്ല ഇവിടെ ഇടുന്ന കേട്ടാ. അവിടെ വണ്ടി ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവില്ല. ഗൈസ് ഞങ്ങൾ വണ്ടി നോക്കാൻ വേണ്ടി വന്നു. വണ്ടീനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ വരേണ്ടി വരും. ലിവിനാണ് മൂത്രം ഒഴിക്കാൻ പോയി. 2 പോയിൻ്റ് ആണോ 3 പോയിൻ്റ് ആണോ? 2 പോയിൻ്റ് അല്ലേ? കാര്യമില്ല, നമുക്ക് 3 പോയിൻ്റ് കിട്ടണം കേട്ടോ. 2 പോയിൻ്റ് ആടാ. 2 പോയിൻ്റ് ഏതാ? നമുക്ക് 3 പോയിൻ്റ് വേണ്ടേ? 2 പോയിൻ്റ്
ഇത് 2 പോയിന്റ് അല്ലെന്ന്, 3 പോയിന്റ് അല്ല, ഇത് 2 പോയിന്റാ. നമുക്ക് 3 പോയിന്റ് കിട്ടണം. അത് 3 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് തുമ്പി 3 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നാ വണ്ടി അല്ലേ? അയ്യോ സോറി, മറ്റേ സിൽവ പറഞ്ഞല്ലേ. എന്താ രാമകൃഷ്ണ പ്രശ്നം? ഓ, ആള് മാറിപ്പോയെന്ന്. ലിവിനെ എന്താ രാമകൃഷ്ണ പ്രശ്നം? ആള് മാറിപ്പോയെന്ന്. ഇന്നത്തെ ദിവസം നമ്മൾ കണ്ട ഒരു വണ്ടി നമ്മളോട് 3.2 എന്ന് പറഞ്ഞ് വന്നു അല്ലേ തുമ്പി? ഇവിടെ വന്നപ്പോഴോ ഇവിടെ വന്നപ്പോൾ 2.2. ഗൈസ് നല്ല പെണ്ണുണ്ടെന്ന് പറഞ്ഞ് ചില ഇടക്കാർ നമ്മൾ വിളിക്കൂലേ, എൻ്റെ വരാൻ നേരത്തെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. പോവാം. ഇതൊന്ന് കെട്ടിയതാ അല്ല, ഇത് 2 കെട്ടിയതാ. പോവാ. 2.2 കാര്യമില്ലെന്ന്. അതിൻ്റെ ടൈലാകുമ്പോൾ അതിൻ്റെ ടയറൊക്കെ മാറ്റി വലിയ പൈസയോ ഒന്നും നഷ്ടക്കച്ചവടത്തിൽ നിൽക്കണ്ട. വാ ഗൈസ്, ഒരു വശത്ത് നമ്മൾ വണ്ടി നോക്കിയിട്ട് ഇപ്പോൾ അടുത്ത വശത്തോട്ട് നമ്മൾ പോവുകയാണ്. ഇനി വണ്ടി ഉണ്ടോ തുമ്പി? ഒരെണ്ണം കൂടെ ഒരു 18 ഉണ്ട്. ആ, കാണാൻ പോവാം. മുന്നേ പോയിട്ട് കാണാൻ പറ്റിയില്ല. അതെ, ഇപ്പോഴെല്ലാം പോയി കാണാൻ പറ്റുമോ നോക്കാട്ടെ. ഒരു 18 ഉണ്ട്, ഇനി അതും കൂടെ പോയി കാണാം. ഇതേപോലത്തെ മുടിയാൻ വേണ്ടി ഉള്ളവന്മാർ ഇതിലെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ സാധനം ക്യാൻസൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതിന്റെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വണ്ടി നോക്കിയേ, ചവിട്ടിവിട് പാപ്പാ, ചവിട്ടിവിട്. തുമ്പി തുമ്പി എടോ, ഞാൻ ഈ പാലത്തെ കുറിച്ചല്ല സംസാരിച്ച, ആ വണ്ടിയെ കുറിച്ചാ. പിടിക്കാവനെ, പിടിക്കാവനെ. എത്രയും പഴക്കമുള്ള വണ്ടിയായിരുന്നു ഇത്. ഇതൊക്കെ ദൈവമേ, RJ അവന്. ഇത് രാജസ്ഥാനാ. ഇത് എന്നതാ ഇതിന്റെ അവസ്ഥ? എടാ പുള്ളിക്കാരൻ भैया क्या है? क्या है? अच्छा कलर है. म्युनिसिपालिटी का वेस्ट गाड़ी है. देखो ये यार, कौन इसमें ट्रैवल करेगा? ഇതിന് ടെസ്റ്റ് ആരാ? अंदर कौन है? സൂപ്പർ ഡീലക്സ് പോലും നോക്കിക്കേ, ഒരു സാധനവും ഇല്ല. എന്റെ കർത്ത, എല്ലാം പോലും ഇല്ല കേട്ടോ. ഓടിക്കുന്നവൻ വെറുതെ അല്ലേ ഇവിടെയൊക്കെ ഈ വണ്ടിയൊക്കെ ഇതിങ്ങനെ ബാൻ ചെയ്ത കേട്ടോ. അല്ലേ തുമ്പി? വെറുതെ അല്ലേ ഇവിടെ വണ്ടിയൊക്കെ ബാൻ ചെയ്ത്? അതാ എനിക്കും അറിയത്തില്ല, അത് എങ്ങനെ ഓടിച്ചിടാ അവന്മാര്. മിക്കവാറും പൊളിക്കാനുള്ള വണ്ടിയാണോ ചേട്ടാ? ഇത്ര പഴക്കമുള്ള വണ്ടി ഉള്ളിൽ കയറാൻ പാടില്ലല്ലോ, പിന്നെ ഇവരെങ്ങനെ കേറിയേ? അവനെ കൊണ്ടുകൂടാ. അതോ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളങ്ങനെ ഓഫീസിലെത്തി. വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ പോലീസുകാർ നിർത്തി എല്ലാവരെയും ആരെയും തലയും മുറുക്കി അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, കിട്ടുന്നവരൊക്കെ മേടിക്കട്ടെ. ഇവിടെ ബിരിയാണി കടയൊക്കെ പൂട്ടി. ഉണ്ടല്ലേ പുള്ളി, അതേപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുൽസി അണ്ണാ, ഒരു കുൽഫി കുടിച്ചിട്ടില്ല, മറ്റേത് കുടിച്ചിട്ട് നല്ല. എന്നാ ഞാനും എല്ലാം അങ്ങോട്ട് കറങ്ങി വരാം. ഗൈസ്, ഇതെന്നാന്നറിയോ, കോളിഫ്ലവർ അരിഞ്ഞ് വെച്ചാക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, ആ ഹോട്ടലിലേക്കാണ് 2 ലക്ഷം രൂപയുടെ കച്ചവടം പോലും. മൊത്തം അമ്മ എടുത്തവന്. ഗൈസ്, ഇവിടെ ഒരു അമ്പലത്തിൽ പൂജ നടക്കാം കേട്ടോ. നമുക്ക് നേരെ ഇങ്ങോട്ട് സഞ്ചരിക്കാം. ഫൈനലി ഇത് പിടിച്ചോന്ന് വൈഫ് ചെയ്യട്ടോ. അല്ല, ഞാൻ കൈ പിടിച്ചോളാം. അതെ, സാധനം കിട്ടി. ഇതാണ് നമ്മുടെ സാൽട്ട് ലസ്സി. ഇത് കുടിക്കാം കേട്ടോ. നിങ്ങൾ കാപ്പിയാ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പും ആശ്വാസവും ഒക്കെ ലഭിക്കും. ഭയങ്കര ഒച്ച കേട്ടോ. നാളെ 3 വണ്ടി കാണാന്നുള്ള ഇതിലോടുകൂടി ഇവിടുന്ന് എല്ലാവരും പിരിയാണ്. ബൈ ബൈ കൽ മോർണിംഗ്. ബൈ ബൈ കൽ മോർണിംഗ്. ഭയ്യ ബൈ 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 കൽ മോർണിംഗ്. ഓക്കെ, അപ്പം കൽ മോർണിംഗ്. ബാബാ പോവാം. നല്ല തണുപ്പാ പുറത്തുനിന്നാ തുമ്പി പറഞ്ഞത്. എനിക്കൊന്നും ഇത് വലിയ തണുപ്പായിട്ട് തോന്നുന്നില്ല, കാരണം നമ്മൾ ഈ മൈനസ് വളരെ കുറഞ്ഞ കാലാവസ്ഥയൊക്കെ തോന്നില്ല. എല്ലാവരും കോട്ടൊക്കെ പുള്ളിയൊക്കെ കോട്ടൊക്കെ ഇടും, ഇവരൊക്കെ കോട്ടിടുക. ठंडा कम है और रशिया में जाएगा ना -30. हाँ -30. മതി മതി, തള്ളിയത് മതി, പിന്നെയും പോവാ. ഇവർ ഇതേ പോകുന്നു, നമ്മൾ ഭയ്യ കൽ. ठीक है ऋतिक ഇതിലെ जाएगा. ഇതിലെ ഫൈനലി നമ്മൾ അങ്ങനെ നേരെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ലോ ഇവിടെ റൂമിലോട്ട് അതിശക്തമായിട്ട് നമ്മൾ കാണിന്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പം അതുപോലെ തിരിച്ചു പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. ഇവിടുത്തെ ചെക്കിംഗ് ഒക്കെ ഇങ്ങനെയാ കേട്ടോ. അതാ റഷ്യയിലൊക്കെ എങ്ങനെയല്ലേ ഇവനെ പോസ്റ്റ് വെച്ചിട്ട്? അതെ, പോലീസ് ചെക്കിങ്. ഇവർക്ക് അവരവിടെ മറ്റേ തമ്പാക്ക് നോക്കുക. ഇവർക്ക് ഡേറ്റ് കഴിഞ്ഞ വണ്ടി, ഡേറ്റ് കഴിഞ്ഞ വണ്ടിയൊക്കെ, അതായത് 10 കൊല്ലം എക്സ്പയർ ആയ വണ്ടിയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ടോ നിങ്ങൾ?
ഇത് ഞങ്ങൾക്ക് 1800 രൂപയ്ക്ക് ഡൽഹി കിട്ടി. കാരണം എന്താ, ഇവർ സ്ഥിരം എടുക്കുന്നതുകൊണ്ട്. ഇവര് ഇവിടുത്തെ മറ്റേ സ്ഥിരം കസ്റ്റമറാണ്. ബാത്റൂം വേണമെങ്കിൽ കാണിച്ചു തരാം. ബാത്റൂം ഓക്കെയാ, ഒരു കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടോ, അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇവിടെ സ്ഥിരം എടുക്കുന്നത് കേട്ടോ. 1800 കിട്ടും. ഫൈനലി നമ്മൾ റൂമിലെത്തി. നമ്മളങ്ങനെ കിടക്കാൻ പോകും. ആകെ ഡൽഹിയില് വെടിശാല അല്ലാത്തൊരു സ്ഥലം ഇതാ. അതെ, ഇത് കുറിച്ച് പറയണ്ടേ. ബാക്കിയുള്ളടത്തൊക്കെ വിഷയ, ബാക്കിയുള്ളടത്തൊക്കെ ചെറിയ ചെറിയ സംഭവം കിട്ടും. കഥ പറഞ്ഞു തന്നെ പ്രായമുള്ളവരെ കൂട്ടരുത് കഥ പറയാൻ ചെയ്യും. ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് റൂമില്. ഇനിയിപ്പം നമ്മൾ കിടന്നുറങ്ങിയിട്ട് നാളെ 3 വണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്